ഹലോ സുഹൃത്തുക്കളെ, കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ LGS എന്നുള്ളത്. അതേപോലെ കൂടെ വേറെ ഏത് എക്സാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഷോർട്ട് ഏരിയയിൽ നമ്മൾ 6ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതെല്ലാം പുതിയ SSCRTയിലുള്ള ഭാഗങ്ങൾ മാത്രമാണ് തരുന്നത്. വരാൻ പോകുന്ന പ്രിലിംസ് എക്സാമിനും മെയിൻസ് എക്സാമിനും ഒരേപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊരു സംശയവും വേണ്ട. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 5 ക്ലാസ് കാണാത്ത കൂട്ടുകാര് 5 ക്ലാസ് കാണുക, ഒപ്പം വരിക കേട്ടോ. നോക്കിക്കേ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്ക് നോക്കാം. ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുക കേട്ടോ. ജീവജാലങ്ങളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ്? കോശങ്ങളാണ് അല്ലെ. ജീവജാലങ്ങളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് കോശങ്ങളാണ്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പിക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് പോകാം കേട്ടോ. കോശങ്ങളെ കുറിച്ചിട്ടുള്ള പഠനശാഖ എന്താണ്? കോശ വിജ്ഞാനീയമാണ്. കോശങ്ങളെ കുറിച്ചിട്ടുള്ള പഠനശാഖ കോശവിജ്ഞാനീയം, സെൽ ബയോളജിയാണ്. ആദ്യമായി കോശങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് അവയെ സെല്ലുകൾ എന്ന് വിളിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. ഇന്നലത്തെ ഒരു ചോദ്യമാണ് അല്ലെ, കോശങ്ങൾ കണ്ടുപിടിച്ചത് ആര് എന്ന് ഇന്നലത്തെ ചോദ്യമാണ്. റോബർട്ട് ഹുക്കാണ് 1665. ആദ്യമായി കോശങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് അവയെ സെല്ലുകൾ എന്ന് വിളിച്ചത് ആര്? റോബർട്ട് ഹുക്ക് 1665. കുളത്തിലെ ജലം നിരീക്ഷിച്ച് ചില സൂക്ഷ്മജീവികളെ കണ്ടെത്തിയത് ആരാണ്? കുളത്തിലെ ജലം നിരീക്ഷിച്ച് അതിൽ സൂക്ഷ്മജീവികളുണ്ട് എന്ന് കണ്ടെത്തിയത് ആന്റൺ വാൻ ലീവൻ ഹോക്കാണ് 1674. ആന്റൺ വാൻ ലീവൻ ഹോക്ക്. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത്. എല്ലാ സസ്യങ്ങളും, ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ സസ്യങ്ങളാണ്, കാരണം ഇവിടെ ജന്തുക്കൾ വരുന്നുണ്ട്. അത് രണ്ടും തമ്മിൽ വേറിട്ട് പഠിക്കണം. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? മത്തിയാസ് ജേക്കബ് ക്ലീഡൻ ആണ്. നമ്മൾ എങ്ങനെ പറയാ? MJ ഷ്ലീഡൻ എന്നാണ് നമ്മൾ പഠിക്കാറ് അല്ലെ. MJ ഷ്ലീഡൻ, അതായത് ഇവിടെ MJ ക്ലീഡൻ എന്ന് കൊടുത്തിട്ടുണ്ട്. MJ ഷ്ലീഡൻ കേട്ടോ. 1838 എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ് 1839. ഇവിടെ 38, ഇവിടെ 1839. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോയാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോയാണ് 1855. അപ്പൊ 1838 എല്ലാ സസ്യങ്ങളും കോശങ്ങളും നിർമ്മിതമാണ് എന്ന് MJ ഷ്ലീഡൻ കണ്ടെത്തിയപ്പോൾ അതിന്റെ പിറ്റത്തെ വർഷം 1839 തിയോഡർ ഷാൻ പറഞ്ഞത് എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയതും അത് കഴിഞ്ഞ് 1855 നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോയാണ്. കോശ സിദ്ധാന്തം രൂപപ്പെടുന്നതിലേക്ക് നയിച്ച ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാമാണ്? കോശ സിദ്ധാന്തം രൂപപ്പെടുന്നതിലേക്ക് നയിച്ച ശാസ്ത്രജ്ഞന്മാരാണ് MJ ഷ്ലീഡനും തിയോഡർ ഷാനും റുഡോൾഫ് വിർഷോ. ഈ 3 പേരും കേട്ടോ. റുഡോൾഫ് വിർഷോ, തിയോഡർ ഷാൻ ആൻഡ് MJ ഷ്ലീഡൻ 3 പേരാണ് കോശ സിദ്ധാന്തം രൂപപ്പെടുന്നതിലേക്ക് നയിച്ച ശാസ്ത്രജ്ഞന്മാർ. കോശ സിദ്ധാന്തം എന്താണ്? കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഇതാണ് സെൽ തിയറി എന്ന് പറയുന്നത്. കോശ സിദ്ധാന്തം എന്താണ്? എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒന്ന് നമ്മൾ പറയാറില്ലേ, ഏകകോശ ജീവികൾ എന്നും ബഹുകോശ ജീവികൾ എന്നും ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ. അങ്ങനെ ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഇത് കോശം. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. അതാണ് ഇവിടെ ആര് പറഞ്ഞത്? റുഡോൾഫ് വിർഷോയും പറഞ്ഞത്. ഇനി കണ്ണിന്റെ റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മതിയായ പ്രകാശത്തിൽ 0.2 mm അകലത്തിലുള്ള 2 ബിന്ദുക്കളെ നമ്മുടെ കണ്ണുകൾക്ക് വേർതിരിച്ചു കാണുവാൻ കഴിയും. ഈ ദൂരത്തെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 0.2 mm അകലം കുറഞ്ഞവയെ വേർതിരിച്ചു കാണുന്നതിന് ലെൻസുകൾ ആവശ്യമാണ് കേട്ടോ. അപ്പൊ കണ്ണിന്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 mm അകലത്തിലുള്ള 2 ബിന്ദുക്കളെ കണ്ണുകൾക്ക് വേർതിരിച്ച് കാണുവാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ
എന്താ നമ്മളിവിടെ എന്തൊക്കെയാ പഠിച്ചത് നമുക്ക് ഒന്നും കൂടി റിവിഷൻ ചെയ്യാം കേട്ടോ. ജീവജാലങ്ങളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് കോശം എന്ന് പറയുന്നത്. കോശങ്ങളെ കുറിച്ചിട്ടുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനം, സെൽ ബയോളജി. ആദ്യമായിട്ട് കോശങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് സെല്ലുകൾ എന്ന് വിളിച്ചത്, അതായത് കോശം കണ്ടെത്തിയത് ആര്? റോബർട്ട് ഹുക്ക്. കുളത്തിലെ ജലം നിരീക്ഷിച്ച് അതിൽ സൂക്ഷ്മ ജീവികൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആന്റൺ വാൻ ലീവൻ ഹോക്ക് ആണ്. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം.ജെ. ഷ്രീഡൻ. എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷെൽ. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തം രൂപപ്പെടുന്നതിലേക്ക് നയിച്ച ശാസ്ത്രജ്ഞന്മാരാണ് എം.ജെ. ഷ്രീഡൻ, തിയോഡർ ഷെൽ, റുഡോൾഫ് വിർഷോ. എന്താണ് കോശ സിദ്ധാന്തം? എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. കണ്ടി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.2 mm. അത് ശ്രദ്ധിക്കണം, ടൈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. 0.2 mm അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ നമ്മുടെ കണ്ണുകൾക്ക് വേർതിരിച്ച് കാണുവാൻ കഴിയും. ഈ ദൂരത്തെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടി റെസൊല്യൂഷന്റെ അളവ് 0.2 mm അകലെ വെച്ചിരിക്കുന്നത്. ഇനി അതിനേക്കാൾ അകലം കുറഞ്ഞവയെ വേർതിരിച്ച് കാണുന്നതിന് ലെൻസുകൾ ആവശ്യമാണ്. വിവിധതരം മൈക്രോസ്കോപ്പ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇനി ഇവിടെ നോക്ക്, ഒരു നമ്മൾ പറഞ്ഞു സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു അല്ലെ. ആ സിമ്പിൾ ആണ് അല്ലെ, സിമ്പിൾ ആണ്. അപ്പൊ ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ, പ്രകാശത്തിലാണ് പ്രവർത്തിക്കുന്നത്. വസ്തുവിനെ 10 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ കഴിയും കേട്ടോ. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ് ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ, പ്രകാശത്തിലാണ് പ്രവർത്തിക്കുന്നത്. വസ്തുവിനെ എത്ര മടങ്ങ് വരെയാണ്? 10 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ സാധിക്കും കേട്ടോ. ഇനി കോമ്പൗണ്ട് പറയുമ്പോൾ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ഉണ്ടാവും അല്ലെ, ഒന്നിലധികം ലെൻസുകൾ ഉണ്ട്, അതും പ്രകാശത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. ആ തന്നിരിക്കുന്ന സിമ്പിൾ ആണ്, അപ്പൊ ഒന്ന് കോമ്പൗണ്ട് ആണ്, ഒന്നിൽ കൂടുതലുണ്ട്, അപ്പൊ ഒന്നിലധികം ലെൻസ് ഉണ്ട്, രണ്ടും പ്രകാശത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 10 മടങ്ങാണെങ്കിൽ അതിന് കൂടെ 2 0 കൂടി ചേർത്തേ 1000 മടങ്ങ് വരെ ആവർത്തന ശേഷിയുണ്ട്. ഇനിയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ലെൻസുകൾക്ക് പകരം ഇലക്ട്രോൺ ആണ് അല്ലെ, ഇലക്ട്രോൺ ആണ്. അപ്പൊ ലെൻസുകൾക്ക് പകരം ഇലക്ട്രോ മാഗ്നറ്റുകൾ, പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലി. ഈ വാക്കിൽ നിന്ന് തന്നെ എടുത്ത് എല്ലാം ഇലക്ട്രോൺ കൊണ്ടുള്ളതാണെന്ന് മനസ്സിലാക്കിക്കേ. ലെൻസുകൾക്ക് പകരം ഇലക്ട്രോ മാഗ്നറ്റുകളും പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലിയും. വസ്തുവിന് 10 ലക്ഷം മടങ്ങ് വരെ ആവർത്തന ശേഷി, 10 ലക്ഷം മടങ്ങ് വരെ കേട്ടോ. അപ്പൊ ഇവിടെ 10, 1000, 10 ലക്ഷം. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ അല്ലെ, സിമ്പിൾ മൈക്രോസ്കോപ്പില് 10 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ സാധിക്കും. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പില് 1000 മടങ്ങ് വരെ കാണാൻ സാധിക്കും. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പില് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ 10 ലക്ഷം മടങ്ങ് വരെ ആവർത്തന ശേഷിയുണ്ട്. ഇനി ലെൻസിന്റെ ഈ ആവർത്തന ശേഷി, മാഗ്നിഫിക്കേഷൻ പവർ, ഒരു വസ്തുവിനെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവിനെയാണ് ആവർത്തന ശേഷി എന്ന് പറയുന്നത്. അതായത് നമ്മൾ 10 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ അതിന്റെ ആവർത്തന ശേഷി എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ നമ്മൾ 10 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്നു. 1000 മടങ്ങ് വരെ ആവർത്തന ശേഷി എന്താ? വലിപ്പത്തിൽ കാണാൻ സാധിക്കുന്നു. 10 ലക്ഷം മടങ്ങ് വരെ ആവർത്തന ശേഷി എന്താ? 10 ലക്ഷം മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാൻ സാധിക്കും. അതാണ് ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ വസ്തുവിനെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവിനെയാണ് ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയവർ ആരാണ്? ഏണസ്റ്റ് റസ്ക, മാഗ്നോൾ കേട്ടോ. റസ്ക ആൻഡ് നോൾ അല്ലെ, ഏണസ്റ്റ് റസ്ക ആൻഡ് മാഗ്നോൾ ചേർന്നിട്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത് 1934 കേട്ടോ. 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്. എലോൺ റസ്കയും മാഗ്നോളുമാണ്. ഇനി ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നതും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് കേട്ടോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതിനായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത്, അതിലായിരിക്കും. അപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റസ്കയും മാഗ്നോൾ ആണ്. 1934 ഈ പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഈ ജീവകോശങ്ങളിലും, മനസ്സിലായോ, ജീവനുള്ള വസ്തുക്കളിൽ ഉണ്ടാകുന്ന കോശങ്ങളിലും വൈറസുകളും തന്മാത്രാ ഘടനകളും ഒക്കെ വിശദമായി നിരീക്ഷിക്കുന്ന ആവശ്യം വേണ്ട മൈക്രോസ്കോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. ഇനി എന്താണ് കോശത്തിന്റെ ആവരണം എന്ന് പറയുന്നത്?
എന്താ കോശത്തിന്റെ ആവരണം? കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം. എന്താണ് കോശത്തിന്റെ ആവരണം? ഏതാണ്? കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരമാണ്. പ്രീവിയസ് ചോദ്യമാണ്. കോശത്തിന്റെ ആവരണം ഏതാണ്? കോശസ്തരം അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് പ്ലാസ്മ സ്തരം. പഠിച്ചു വെച്ചോളണം. കോശത്തിന്റെ ആവരണം ഏത്? കോശത്തിന്റെ ആവരണം ഏത്? കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം. എന്താ? ജന്തുകോശത്തിൽ നിന്ന് വ്യത്യസ്തമായി സസ്യകോശത്തിൽ ഇതിന്റെ ബാഹ്യഭാഗത്തായിട്ട് കോശഭിത്തിയുണ്ട്. അതായത് സസ്യകോശത്തിൽ കാണപ്പെടുന്നതാണ് ഏത്? കോശഭിത്തി എന്ന് പറയുന്നത് കേട്ടോ. കോശഭിത്തി ഏതിൽ മാത്രമാണ് കാണപ്പെടുന്നത്? സസ്യകോശത്തിൽ മാത്രമാണ്. ജന്തുകോശത്തിൽ കോശഭിത്തി ഇല്ല. ഇനി ഈ പ്ലാസ്മ സ്ഥലത്തെ, അതായത് അല്ലെങ്കിൽ കോശസ്ഥലത്തെ അല്ലെങ്കിൽ പ്ലാസ്മ സ്ഥലത്തെ വരണധാരി സ്ഥലം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? പ്ലാസ്മ സ്ഥലത്തെ അല്ലെങ്കിൽ കോശസ്ഥലത്തെ വരണധാരി സ്ഥലം എന്ന് വിളിക്കാൻ കാരണം കോശസ്ഥലം എല്ലാ വസ്തുക്കളെയും കടത്തിവിടാത്തതിനാൽ അത് ഒരു വരണധാരി സ്ഥലമാണ്. കോശസ്ഥലം എന്ത് ചെയ്യില്ല? എല്ലാ വസ്തുക്കളെയും കടത്തിവിടില്ല. അതുകൊണ്ടാണ് അത് വരണധാരി സ്ഥലം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ബോർഡ് മൈക്രോസ്കോപ്പും സിമ്പിളും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? അത് എവിടെയൊക്കെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ പ്രയോജനം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കോശത്തിന്റെ ആവരണം ഏതാണെന്ന് പഠിച്ചു. കോശത്തിന്റെ ആവരണം എന്ന് പറയുന്നത് കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരമാണ്. അത് പറഞ്ഞു. ജന്തുകോശത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോശങ്ങളിൽ കാണപ്പെടുന്ന ബാഹ്യഭാഗം ഏതാണ്? കോശഭിത്തിയാണ്. കോശഭിത്തി എവിടെയാണ് കാണപ്പെടുന്നത്? കോശഭിത്തി എന്താ? സെല്ലുലോസ്. എന്താണ് എവിടെയാണ് കാണപ്പെടുന്നത്? സസ്യങ്ങളിലാണ്. പ്രീവിയസ് ചോദ്യമാണ്. എന്തുകൊണ്ടാണ് പ്ലാസ്മ സ്തരത്തെ വരണധാരി സ്ഥലം എന്ന് വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ പ്ലാസ്മ സ്തരം ഒരിക്കലും എല്ലാ വസ്തുക്കളെയും കടത്തിവിടുന്നില്ല. അതുകൊണ്ടാണ് അതിനെ വരണധാരി സ്ഥലം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, എന്താണ് ജീവദ്രവ്യം? പ്രോട്ടോപ്ലാസം. കോശസ്തരത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞില്ലേ കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം എന്ന് പറഞ്ഞില്ലേ? ആ കോശസ്തരത്തിനുള്ളിൽ കാണുന്ന മുഴുവൻ ഘടകങ്ങളെയും പൊതുവെ ജീവദ്രവ്യം എന്നാണ് പറയുന്നത്. കോശദ്രവ്യവും മർമ്മവും ചേർന്നതാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ജീവദ്രവ്യം? അതായത് പ്രോട്ടോപ്ലാസം. കോശത്തിന്റെ ആവരണമായ, കോശത്തിനെ ആവരണം ചെയ്തിരിക്കുന്നത് കോശസ്തരം കൊണ്ടാണ്. ആ കോശസ്തരത്തിനുള്ളിൽ കാണുന്ന മുഴുവൻ ഘടകങ്ങളെയുമാണ് എന്തു പറയുന്നത്? ജീവദ്രവ്യം എന്ന് പറയുന്നത്. മുഴുവൻ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ കോശദ്രവ്യവും മർമ്മവും ഒക്കെ ചേർന്നതാണ് ജീവദ്രവ്യം. ഇനി എന്താണ് കോശാംഗങ്ങൾ? സസ്യകോശത്തിലും ജന്തുകോശത്തിലും കാണപ്പെടുന്ന മർമ്മം, മൈറ്റോകോൺട്രിയ, അന്തർദ്രവ്യജാലിക, റൈബോസോം, ഗോൾഗി വസ്തുക്കൾ. പ്രീവിയസ് ചോദ്യമാണ്. രണ്ടിലും കാണപ്പെടുന്നത്. സസ്യകോശത്തിലും ഈ സാധനങ്ങൾ ഉണ്ടാകും, ജന്തുകോശത്തിലും ഇവയുണ്ടാകും. ഈ കോശാംഗങ്ങളായിട്ടുള്ള ഈ സാധനങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകും? സസ്യകോശത്തിലും ഉണ്ടാകും, ജന്തുകോശത്തിലും ഉണ്ടാകും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കോശഭിത്തി മാത്രമാണ് ഏതിലുണ്ടാകുന്നത്? എക്സ്ട്രാ ഏതിൽ കാണപ്പെടുന്നത്? സസ്യകോശത്തിൽ കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ രണ്ടിലും കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? മർമ്മം, അത് വേണമല്ലേ, അത് പിന്നെ എല്ലാവരും മർമ്മം ഉണ്ടാവും. മൈറ്റോകോൺട്രിയ, അന്തർദ്രവ്യജാലിക, റൈബോസോം, ഗോൾഗി വസ്തുക്കൾ കേട്ടോ. ഇനി സസ്യകോശത്തിൽ മാത്രമുള്ളവയാണ് ഫേനവും ജൈവകണങ്ങളും. പഠിച്ചു വെക്കണേ, ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. രണ്ടിലും കാണപ്പെടുന്നത്, സസ്യകോശത്തിലും ഉണ്ടാകും, ജന്തുകോശത്തിലും രണ്ടിലും ഉണ്ടാകുന്നതാണ് മർമ്മം, മൈറ്റോകോൺട്രിയ. പഠിച്ചേ, മർമ്മം, മൈറ്റോകോൺട്രിയ, അന്തർദ്രവ്യജാലിക, റൈബോസോം, ഗോൾഗി കോംപ്ലക്സ്. മറക്കരുത് മക്കളെ, പ്രീവിയസ് ആണ്. ഇനി ഈ രണ്ടെണ്ണം സെക്ഷൻ തിരിച്ചു പഠിച്ചേ. ഇനി സസ്യകോശത്തിൽ മാത്രമുള്ളതാണ് ഫേനവും ജൈവകണങ്ങളും. അവ എന്തിലുണ്ടാകില്ല? ജന്തുകോശത്തിൽ ഉണ്ടാകില്ല കേട്ടോ. ഫേനവും ജൈവകണങ്ങളും സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഇനി ജന്തുകോശത്തിൽ മാത്രമുള്ളവയാണ് സെൻട്രിയോളുകളുള്ള സെൻട്രോസോമും ലൈസോസോമും. സെൻട്രോസോം ലൈസോസോം എവിടെയാണ്? ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. മനസ്സിലായി? രണ്ടെണ്ണം ഒന്നും കൂടി പഠിച്ചാലോ. സസ്യ ശരീരത്തിൽ, അതായത് സസ്യകോശത്തിൽ മാത്രമുള്ളതാണ് ഫേനവും ജൈവകണങ്ങളും. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് റൈബോസോമും ലൈസോസോമും. ഓക്കെയാണോ? ഇനി കോശത്തിന്റെ പാകവും സവിശേഷതയും ധർമ്മങ്ങളും ഒക്കെ നമുക്ക് നോക്കാണ്. സെല്ല് എന്ന് പറഞ്ഞാൽ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഭാഗത്തിന് നമ്മൾ ഷുവർ ഷോർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗം ഉൾപ്പെടുത്തിയത്. ഇനി
കോശഭിത്തി. എന്താ കോശഭിത്തി? സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമായ ബാഹ്യഭിത്തിയാണ്. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് ഏത്? സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമായ ബാഹ്യഭിത്തിയായിട്ടുള്ള കോശഭിത്തി. കോശഭിത്തി, ഫേനം, ജൈവകണങ്ങൾ അല്ലെ. കോശഭിത്തി, ഫേനം, ജൈവകണങ്ങൾ ഇവിടെയാണ് സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. കോശത്തെ സംരക്ഷിക്കുകയും ആകൃതി നൽകുകയും ചെയ്യുന്നത് കോശഭിത്തിയാണ്. ഇനി എന്താ കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം? നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. കോശത്തെ പൊതിഞ്ഞിട്ടുള്ള നേർത്തതും വഴക്കമുള്ളതുമായ സ്തരമാണ്. കോശത്തെ ആവരണം ചെയ്യുന്നത് ഏതാണ്? കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം എന്നാണ് അല്ലെ. ചില പദാർത്ഥങ്ങളെ മാത്രം കടത്തി വിടുന്നതിനാൽ ഭരണധാര്യസ്തരം എന്നും പറയുന്നു. പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും കടന്നു പോകുന്ന ഇടം കൂടിയിട്ടാണ് കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരും. ഈ 3 ക്വസ്റ്റ്യൻ ഇടുമ്പോൾ പ്ലാസ്മ സ്തരത്തെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകൾ താഴെ തന്നിട്ടുള്ളത് ശരിയായത് ഏത്, തെറ്റായത് ഏതെന്നൊക്കെ ചോദ്യം വരുമ്പോൾ അവിടെ ഒന്നും അടിപതരാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിപ്പീറ്റേഷനിൽ പറയുന്നത്. കോശത്തെ പൊതിഞ്ഞിട്ടുള്ള നേർത്തതും വഴക്കമുള്ളതുമായിട്ടുള്ള സ്തരമാണ് കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം. ചില പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഭരണധാര്യ സ്തരവുമാണ്. പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും ഒക്കെ കടന്നു പോകുന്നത് കോശസ്തരത്തിലൂടെയാണ്. ഇനി എന്താണ് മർമ്മം? കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് അല്ലെ. കോശത്തിന്റെ നിയന്ത്രണം, നമ്മുടെ മനുഷ്യന്റെ നിയന്ത്രണ കേന്ദ്രം ഏത് തന്നെയാണ്? മസ്തിഷ്കം തന്നെയല്ലേ. അതുപോലെ തന്നെയാണ് സെല്ലിന്റെ നിയന്ത്രണ കേന്ദ്രവും മർമ്മം തന്നെയാണ്. അതായത് ന്യൂക്ലിയസ് എന്ന് പറയും. മർമ്മദ്രവ്യത്തിൽ ക്രോമസോമുകളായി മാറപ്പെടുന്ന ക്രോമാറ്റിൻ ജ്വലികയും മർമ്മകവും കാണപ്പെടുന്നത് മർമ്മം കേട്ടോ. അപ്പൊ മർമ്മത്തിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ക്രോമാറ്റിൻ ജ്വലികയും മർമ്മകവും കേട്ടോ. ശ്രദ്ധിക്കണേ. ഓക്കെ, മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും. ഇതവിടെ നിന്ന് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടൊന്ന് പഠിച്ചു വെക്കേണ്ടത്. ഇതാ ഈ ജീവദ്രവ്യത്തിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? കോശദ്രവ്യവും മർമ്മവും ട്ടോ. ജീവദ്രവ്യത്തിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? കോശദ്രവ്യവും മർമ്മവും. എന്നാൽ ഇവിടെ മർമ്മദ്രവ്യത്തിൽ ക്രോമസോമുകളായി മാറുന്ന ക്രോമാറ്റിൻ ജാലികയും മർമ്മകവും കാണപ്പെടുന്നത് മർമ്മത്തിലാണ് കേട്ടോ. ഈ മർമ്മത്തിന്റെ ഉള്ളിൽ വേറെ എന്ത് കാണപ്പെടുന്നുണ്ട്? ക്രോമാറ്റിൻ ജാലികയും മർമ്മകവും. ഇനി എന്താണ് ഗോൾഗി വസ്തുക്കൾ? ഓക്കെ, നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് പഠിക്കുകയാണ്. നമ്മള് ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. ഇവിടെ മർമ്മം എന്താണ്, എന്താണ് മൈറ്റോകോൺട്രിയ, എന്താണ് അന്തർദ്രവ്യ ജാലിക, ഓക്കെ, എന്താണ് റൈബോസോം, എന്താണ് ഗോൾഗി കോംപ്ലക്സ്, ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? അത് എന്താണെന്ന് പറഞ്ഞു അല്ലെ. സസ്യകോശത്തിലും ജന്തുകോശത്തിലൊക്കെ കാണപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? മർമ്മം എന്താണ് എന്ന് പഠിച്ചു അല്ലെ. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. മർമ്മദ്രവ്യത്തിൽ ക്രോമസോമുകളായിട്ട് കാണുന്ന ക്രോമാറ്റിൻ ജാലികയും മർമ്മകവും കാണപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ഗോൾഗി കോംപ്ലക്സ്? ഇന്ന് പ്രീവിയസ് ചോദ്യമാണ്. അടുക്കി വെച്ച സ്ഥലപാളികൾ പോലെ കാണപ്പെടുന്നു. അടുക്കി വെച്ച, നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ, അടുക്കി വെച്ച സ്ഥലപാളികൾ പോലെ കാണപ്പെടുന്നു. പ്രോട്ടീനുകളും ലിപ്പിഡുകളും പൊതിഞ്ഞ് വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നു. പ്രോട്ടീനുകളും ലിപ്പിഡുകളും പൊതിഞ്ഞ് വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നു. ഏത്? ഗോൾഗി കോംപ്ലക്സ് അല്ലെ, ഗോൾഗി വസ്തുക്കൾ. ഇനി എന്താണ് അന്തർദ്രവ്യ ജാലിക? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെ. അന്തർദ്രവ്യ ജാലിക എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന സംവഹന പാതയാണ് കോശത്തിന് ആവശ്യമായ വസ്തുക്കളെ സംവഹനം ചെയ്ത്. കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന സംവഹന പാത. ഇനി എന്താണ് മൈറ്റോകോൺട്രിയ? ഊർജോൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ കേട്ടോ. കോശത്തിലേക്ക് എത്തുന്ന ഊർജ ഉൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ. ഗ്ലൂക്കോസിൽ എന്ന ഊർജം ഉൽപ്പാദിപ്പിച്ച് സംഭരിക്കുക, വിതരണം ചെയ്യുക, അതൊക്കെ മൈറ്റോകോൺട്രിയാണ്. ഇനി എന്താണ് ജൈവകണം? ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം മുതലായവ ഇവിടെ സസ്യകോശത്തിൽ, അതാണ് ജൈവകണം കേട്ടോ. പ്ലാസ്റ്റിഡ്സ്. ഹരിതകണം പറയുമ്പോ എന്താ? പച്ച അല്ലെ. വർണ്ണകണം പറയുമ്പോ പല നിറത്തിലുള്ള കണങ്ങൾ. അതേപോലെ ശ്വേതകണം, ശ്വേതം എന്താ? വെളുത്തതാണ് അല്ലെ. ആ മുതലായവയാണ് അല്ലെ, നിറമില്ലാത്തത് അല്ലെ, വെള്ള എന്നാ പറയും. അപ്പൊ അതൊക്കെ എന്താണ്? സസ്യകോശത്തിലാണ്. ആഹാര നിർമ്മാണം, നിറം നൽകൽ, സംഭരണം മുതലായ ധർമ്മങ്ങൾ നടത്തുന്നതൊക്കെ ജൈവകണങ്ങളാണ്. ഇനി എന്താണ് റൈബോസം? സ്വതന്ത്രമായ അന്തർദ്രവ്യ ജാലികയോട് ചേർന്ന് കാണപ്പെടുന്നു. അന്തർദ്രവ്യ ജാലികയോട് ചേർന്ന് കാണപ്പെടുന്നതാണ് റൈബോസം. ഇത് പ്രീവിയസ് ചോദ്യമാണ്. പ്രോട്ടീൻ, കോശത്തിനുള്ളിലെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് റൈബോസോം ആണ് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. കോശത്തിനുള്ളിലെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം ഏതാണ്? റൈബോസോം ആണ്. ഇനി എന്താണ് ഫേനം? ഫേനം എവിടെയാണ് കാണപ്പെടുന്നത്?
ഫേനവും ജൈവകണവും നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ ജൈവകണവും ഫേനവും എവിടെയാണ്? സസ്യകോശത്തിൽ കാണപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു അല്ലെ. കോശഭിത്തി, ഫേനം, പിന്നെ ജൈവകണം. അതിൽ ജൈവകണം നമ്മൾ പറഞ്ഞു, ഹരിതകണം, പിന്നെ ശ്വേതകണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആ 3 കണങ്ങളും നമ്മൾ അവിടെ പഠിച്ചു അല്ലെ. ഇനി എന്താണ് ഫേനം? ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്ന ഭാഗം. സസ്യകോശത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്, നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഫേനം? ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്ന ഭാഗമാണ് ഫേനം. ഇനി എന്താണ് ലൈസോസം? കോശത്തിലെത്തുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസോമാണ്. ജന്തുകോശത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത് അല്ലെ ലൈസോസോം അല്ലെ. ലൈസോസോം എവിടെയാണ്? ജന്തുകോശത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഇനി എന്താണ് സെൻട്രിയോളുകൾ? കോശ വിഭജനത്തിന് സഹായിക്കുന്നു. ഇവയെ സെൻട്രോസോമുകളിലാണ് ഉള്ളത്. ജന്തുകോശത്തിൽ മാത്രമാണ് സെൻട്രിയോളുകൾ, ലൈസോസോം, സെൻട്രിയോളുകൾ ഇതൊക്കെ കാണപ്പെടുന്നത്. സെൻട്രോസോം അല്ലെ. സെൻട്രോസോം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. ലൈസോസോം, സെൻട്രോസോം ഇതൊക്കെ എവിടെയാണ്? ജന്തുകോശത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഫേനം, കോശഭിത്തി, ജൈവകണം എന്നിവ സസ്യകോശത്തിൽ കാണപ്പെടുന്നതാണ്. കോശ നിയന്ത്രണ കേന്ദ്രമായ മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ക്രോമാറ്റിൻ ജാലിക കോശ വിഭജന സമയത്ത് എന്തായിട്ടാണ് മാറുന്നത്? ക്രോമസോമുകളായിട്ടാണ് മാറുന്നത് കേട്ടോ. കോശ നിയന്ത്രണ കേന്ദ്രമായ മർമ്മത്തിനുള്ളിൽ ചോദിച്ച ചോദ്യം എങ്ങനെയെന്നറിയോ? മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗം ഏത്? ഇതാണ് ചോദ്യം. ക്രോമാറ്റിൻ ജാലിക. വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ദ്രാവകത്തിൽ കേട്ടോ. ഇതാണ് ക്രോമാറ്റിൻ ജാലിക. ആ ക്രോമാറ്റിൻ ജാലിക കോശ വിഭജന സമയത്ത് എന്തായിട്ട് മാറും? ക്രോമസോമുകളായിട്ട് മാറും. ഇനി അന്തർദ്രവ്യ ജാലികയിൽ പറ്റിപ്പിടിച്ച് കാണുന്ന ചെറു കോശാംഗങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. ഇത് റൈബോസോം. അന്തർദ്രവ്യ ജാലികയിൽ പറ്റിപ്പിടിച്ച് കാണപ്പെടുന്ന ചെറു കോശാംഗങ്ങൾ ഏതാണ്? റൈബോസോമുകൾ. ജന്തുകോശങ്ങളിലെ സെൻട്രോസോമിനുള്ളിൽ കാണപ്പെടുന്നതും കോശ വിഭജനത്തിന് സഹായിക്കുന്നതും ഏതാണ്? സെൻട്രിയോളുകളാണ്. ഇതാണ് സെൻട്രിയോളുകൾ. വിവിധ തരം ജൈവകണങ്ങൾ, അവയുടെ പ്രത്യേകത, ധർമ്മം. എന്താണ് നമ്മൾ ജൈവകണങ്ങൾക്ക് ഉദാഹരണം പഠിച്ചത്? ഹരിതകണം പഠിച്ചു, വർണ്ണകങ്ങളുണ്ട്, ശ്വേതകണങ്ങളുണ്ട് അല്ലെ. 3 കണങ്ങൾ നമ്മൾ നേരത്തെ ജൈവകണം പഠിച്ചു അല്ലെ. അതിൽ എന്താണ് ഹരിതകണം? പച്ച നിറമുള്ള ജൈവകണം. ഇതിലുള്ള ഹരിതകം എന്ന വർണ്ണകം ആഗിരണം ചെയ്യുന്ന പ്രകാശത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്നത്. ഹരിതം എന്ന് പറഞ്ഞാൽ തന്നെ പച്ച. ഇനി വർണ്ണകങ്ങളാണ് അല്ലെ. പല നിറങ്ങൾ ഉണ്ടാകും. പഴങ്ങൾ, പൂക്കൾ, ചില വേരുകൾ എന്നിവയിലെ കോശത്തിനുള്ളതും ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ പോലുള്ള വർണ്ണകങ്ങൾ അടങ്ങിയതുമായ ജൈവകണങ്ങൾ. ഇവ നൽകുന്ന നിറത്താൽ ആകർഷിക്കപ്പെടുന്ന പ്രാണികളുടെ പരാഗണവും വിത്ത് വിതരണവും നടക്കുന്നു. ഇനി എന്താണ് ശ്വേതകണം? ലൂക്കോപ്ലാസ്റ്റ്. വെളുത്തതോ അല്ലെങ്കിൽ നിറമില്ലാത്തതോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വെളുത്തതോ അല്ലെങ്കിൽ നിറമില്ലാത്തതോ ആയ ജൈവകണമാണ് ശ്വേതകണം. ഇവയിൽ അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിച്ചു വെക്കുന്നുണ്ട്. ഇനി എന്താണ് കല? ടിഷ്യൂ. സമാനമായ കോശങ്ങളുടെ സമൂഹമാണ് കല അഥവാ കോശജാലം. വിവിധതരം സസ്യകലകൾ പഠിച്ചു വെക്കണേ. മെരിസ്റ്റമിക കലകളും സ്ഥിരകലകളും. മെരിസ്റ്റമിക കോശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതും വിഭജനശേഷി നഷ്ടപ്പെട്ടതുമായ കോശങ്ങളുടെ കൂട്ടമാണ് സ്ഥിരകലകൾ കേട്ടോ. അപ്പൊ വിവിധതരം സസ്യകലകളുണ്ട്. അതിൽ ഓരോരോന്നും നോക്കാം. മെരിസ്റ്റമിക കലകളും സ്ഥിരകലകളും കേട്ടോ. വിവിധതരം സസ്യകലകൾക്ക് ഉദാഹരണമാണ് സസ്യകലകൾ. ടിഷ്യൂ. കലകൾ എന്താണ്? ടിഷ്യൂ. എന്താണ് ടിഷ്യൂ? സമാനമായ കോശങ്ങളുടെ സമൂഹം. സമാനമായ ഒരേപോലെയുള്ള കോശങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? കല, ടിഷ്യൂ അല്ലെങ്കിൽ കോശജാലം എന്ന് പറയുന്നത്. വിവിധതരം സസ്യകലകളുണ്ട്. മെരിസ്റ്റമിക കലകളും സ്ഥിരകലകളും കേട്ടോ. അതിൽ എന്താണ് മെരിസ്റ്റമിക കലകൾ? മെരിസ്റ്റമിക കലകളിൽ അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. ഇനി ലളിത കലകൾ അല്ലെ. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ കേട്ടോ. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ ലളിത കലകൾ. ഇനി സങ്കീർണ കലകൾക്ക് ഉദാഹരണമാണ് സൈലവും ഫ്ലോറയും. ഓക്കെ. അപ്പൊ മെരിസ്റ്റമിക കലകൾക്ക് ഉദാഹരണമാണ് അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. ലളിത കലകൾക്ക് ഉദാഹരണമാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. സങ്കീർണ കലകൾക്ക് ഉദാഹരണമാണ് സൈലം, ഫ്ലോയം. ലളിതകലയിൽ നിന്നും സങ്കീർണ കല എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എങ്ങനെയാ വ്യത്യാസപ്പെടുക? ലളിത കലകളിൽ ഒരേ തരത്തിലുള്ള കോശങ്ങളാണ് ഉണ്ടാവും. ലളിതമാണ് അല്ലെ, സിമ്പിൾ ആണ്. അപ്പൊ അവിടെ ഒരേ തരത്തില്. സങ്കീർണമാണ്, അപ്പൊ അവിടെ ഒന്നിലധികം ഉണ്ടാവും അല്ലെ. വ്യത്യസ്ത വലുപ്പത്തിലും ആകൃതിയിലുള്ള കോശങ്ങൾ ഉണ്ടാകും. ഇനി സസ്യകലകൾ രൂപപ്പെടുന്നത് മെരിസ്റ്റമിക കോശങ്ങളിൽ നിന്നാണ് കേട്ടോ. സസ്യകലകൾ രൂപപ്പെടുന്നത് ഏതിൽ നിന്നാണ്? മെരിസ്റ്റമിക കോശങ്ങളിൽ നിന്നാണ്. വളർച്ചയെത്തിയ സസ്യകോശത്തെ അപേക്ഷിച്ച് മെരിസ്റ്റമിക കോശത്തിലുള്ള സവിശേഷത എന്താണ്? എന്തായിരിക്കും വളർച്ചയെത്തിയ സസ്യകോശത്തെ അപേക്ഷിച്ച് മെരിസ്റ്റമിക കോശത്തിനുള്ള സവിശേഷത?
സാധാരണ സസ്യകോശങ്ങളെ അപേക്ഷിച്ച് മെരിസ്റ്റമിക കോശങ്ങളിൽ നേരിയ കോശഭിത്തിയും നിറയെ കോശദ്രവ്യവും വലിപ്പം കൂടിയ മർമ്മവുമുണ്ട്. ഇവ തുടർച്ചയായി വിഭജിക്കാൻ കഴിവുള്ളവയാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമിക കലകളാണ്. പ്രീവിയസ് ചോദ്യമാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമിക കലകളാണ്. ഇനി വിവിധ തരം മെരിസ്റ്റമിക കലകൾ ഏതാണ്? അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. പഠിച്ചു വെക്കണം. അത് ഓരോന്നോരോന്നും നോക്കാം. എന്താണ് അഗ്രമെരിസ്റ്റം? വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്തുള്ളത് അല്ലെ, അഗ്രം, അതിന് വാക്കി തന്നെ എടുക്കാം. വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്തുള്ള മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. ഇനി പാർശ്വം, വേരിന്റെയും കാണ്ഡത്തിന്റെയും വശങ്ങളിലായിട്ടാണ്. എന്തിനാ? വണ്ണം വെക്കാൻ. ചെടികളൊക്കെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് പാർശ്വമെരിസ്റ്റം. ഇനി പർവാന്തര മെരിസ്റ്റം എന്താ? ഏകബീജപത്ര സസ്യങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിലുള്ള മെരിസ്റ്റമാണ് ഏത്? പർവാന്തര മെരിസ്റ്റം. പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഗ്രമെരിസ്റ്റം കണ്ടോ? വേരിന്റെയും കാണ്ഡങ്ങളുടെയും അഗ്രങ്ങളിൽ കാണപ്പെടുന്നതാണ് അഗ്രമെരിസ്റ്റം. ഇനി എന്താ ഇവിടെ പറഞ്ഞ? പാർശ്വമെരിസ്റ്റം അല്ലെ, വേരിന്റെയും കാണ്ഡത്തിന്റെയും വശങ്ങളിലാണ്. കണ്ടോ? ഈ വശങ്ങളിലായിട്ടാണ് പാർശ്വമെരിസ്റ്റം കാണപ്പെടുന്നത്. ഈ വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി പർവാന്തര മെരിസ്റ്റം. എന്താണ് പർവാന്തര മെരിസ്റ്റം? ഇവിടെ അഗ്രമെരിസ്റ്റം പറയുമ്പോൾ ഇവിടെയും വരും, ഈ അറ്റത്തും അല്ലെ, ഈ ഭാഗത്തും വരും. കണ്ടോ? ഇനി എന്താ പർവാന്തരം? ഏകബീജപത്ര സസ്യങ്ങളിലെ 2 പർവ്വങ്ങൾക്കിടയിലുള്ള മെരിസ്റ്റം. ഓക്കെ. ഇനി സസ്യങ്ങളിലെ വിവിധ തരം കലകൾ. അപ്പൊ നമ്മള് മെരിസ്റ്റമിക കലകൾ എന്താണ് പഠിച്ചു. അതിൽ അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം, അത് 3ഉം എന്താണെന്ന് പഠിച്ചു. ഇനി ലളിത കലകളായിട്ടുള്ള പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സങ്കീർണ കലകളായിട്ടുള്ള സൈലം, ഫ്ലോയം, ഇത് നോക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പാരൻകൈമ. ജീവനുള്ളതും കനം കുറഞ്ഞ ഭിത്തിയുള്ളതുമായ കോശങ്ങളാണ്. കോശങ്ങൾക്കിടയിൽ കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം മുതലായവ നിർവഹിക്കുന്നത് പാരൻകൈമയിലാണ്. പാരൻകൈമയാണ് എന്ത് ചെയ്യുന്നത്? ജീവനുള്ളതും കനം കുറഞ്ഞ ഭിത്തിയുള്ളതുമായ കോശങ്ങൾ. കോശങ്ങൾക്കിടയിൽ കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം മുതലായവ നിർവഹിക്കുന്നത്. നന്നായി പഠിക്കണം കേട്ടോ ഈ പോയിന്റ്. പ്രകാശ സംശ്ലേഷണവും ആഹാര സംഭരണവും നടക്കുന്നത് പാരൻകൈമ കൊണ്ടാണ്. ഇനി കോളൻകൈമ. ജീവനുള്ളതും കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടിയതുമായ കോശം. എന്താണ് ഇവിടെ നോക്കിക്കേ? ജീവനുള്ളതും കനം കുറഞ്ഞ ഭിത്തിയുള്ളതുമായ കോശം. എന്നാൽ ജീവനുള്ളതും കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി, എല്ലാ ഭാഗത്തും ഇല്ല, ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടിയതാണ് ഇത് കോളൻകൈമ. സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് കോളൻകൈമയാണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണേ, ഓരോരോ പോയിന്റ്. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്, നന്നായിട്ട് പഠിക്കണം. പാരൻകൈമ ജീവനുള്ളതാണ്, കനം കുറഞ്ഞ ഭിത്തിയാണ്, പിന്നെ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും നിർവഹിക്കുന്നു. ഇനി കോളൻകൈമ എന്താ? ജീവനുള്ളത് തന്നെയാണ്, പക്ഷെ കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടിയിട്ടാണ് സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താനാണ് സഹായിക്കുന്നത്. ഇനി എന്താ സ്ക്ലീറൻകൈമ? നിർജീവമാണ്, ജീവനുള്ളതല്ല. അവിടെ നമ്മൾ പാരനും കോളനും ഒക്കെ എന്താ പറഞ്ഞത്? ജീവനുള്ളത് എന്ന് പറഞ്ഞു. പക്ഷെ സ്ക്ലീറൻകൈമ നിർജീവമാണ്, എല്ലാ ഭാഗത്തും കട്ടി കൂടിയ ഭിത്തിയുള്ളതുമായ കോശങ്ങളാണ്. സസ്യഭാഗങ്ങൾക്ക് ദൃഢവും താങ്ങും നൽകുന്നു. ദൃഢതയും താങ്ങും കേട്ടോ. പാരൻകൈമ എന്താ? പ്രകാശ സംശ്ലേഷണവും ആഹാര സംഭരണവും നടക്കുന്നു അല്ലെ. പാരൻകൈമയിൽ എന്താണ്? പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം. കോളൻകൈമയില് ആകൃതി നിലനിർത്തുന്നു. ഇനി സ്ക്ലീറൻകൈമ നിർജീവമാണ് അല്ലെ, ജീവൻ ഇല്ല. ഇവിടെ എന്താ? ദൃഢത, താങ്ങ്. ഓക്കെ. ഇനി സസ്യങ്ങളിൽ 2 തരം സ്ഥിര സങ്കീർണ കലകൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? സൈലവും ഫ്ലോയും. അപ്പൊ എന്താണ് സൈലം ഫ്ലോയും പഠിക്കണ്ടേ? രണ്ടും പ്രീവിയസ് ആണ് കേട്ടോ. സസ്യങ്ങളിൽ 2 തരം സങ്കീർണ കലകളാണ് സൈലം, ഫ്ലോയം. സൈലം ഇലകളിലേക്ക് വേരുകളിൽ നിന്ന് ജലവും ലവണങ്ങളും എത്തിക്കുന്നത്. സൈലം സാധാരണ നമ്മൾ വേരുകളിലൊക്കെ എവിടെ കാണപ്പെടുന്നത്? താഴ്ഭാഗത്താണ്. ഈ സസ്യത്തിൽ നിന്ന് സാധാരണ വേരിൽ നിന്നല്ലേ ജലം വലിച്ചെടുക്കുന്നത്. ആ ജലം മുകളിലേക്ക് എത്തിക്കുന്നത് എന്താണ്? സൈലമാണ്. എന്നാൽ ഫ്ലോയം എന്താ? ഇലകളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ ആഹാരം. ഇപ്പൊ ഇവിടെയൊക്കെ ഇലകൾ ഉണ്ടാവും അല്ലെ, ഇവിടെയൊക്കെ എന്താണ്? ഇലകള് ഉണ്ടാകും. ആ ഇലകൾ എന്ത് ചെയ്യും? ആ ഇലകളിൽ നിന്ന് ആഹാരം താഴ്ഭാഗത്തേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. ഫ്ലോ ആയിട്ട് ഒഴുകിപ്പോകുക എന്ന് പറയില്ലേ, അപ്പൊ മുകളിൽ നിന്ന് താഴേക്കല്ലേ ഫ്ലോ ഉണ്ടാകുക. അപ്പൊ ചിന്തിച്ചാൽ മതി കേട്ടോ. ഇനി ജന്തുകലകൾ രൂപപ്പെടുന്നത് എന്തിൽ നിന്നാണ്? വിത്തുകോശങ്ങളിൽ നിന്നാണ് കേട്ടോ. ജന്തുകലകൾ രൂപപ്പെടുന്നത് വിത്തുകോശങ്ങളിൽ നിന്നാണ്. എന്താണ് വിത്തുകോശം? പേശികോശങ്ങൾ,
എന്താണ് വിത്തുകോശങ്ങൾ? പേശീകോശം, നാഡീകോശം, രക്തകോശം, ആവരണകോശം എന്നിങ്ങനെ വിവിധതരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന സവിശേഷ കോശങ്ങളാണ് വിത്തുകോശം. അപ്പൊ വിത്തുകോശത്തിന് എന്തൊക്കെ മാറ്റം സംഭവിക്കും? പേശീകോശങ്ങളായിട്ടും നാഡീകോശങ്ങളായിട്ടും രക്തകോശങ്ങളായിട്ടും ആവരണകോശങ്ങളും എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങൾ. ശരീരത്തിന്റെ മാസ്റ്റർ കോശങ്ങൾ എന്നും ഇവയെ വിളിക്കാറുണ്ട്. അപ്പൊ ശരീരത്തിന്റെ മാസ്റ്റർ കോശം ഏതാണ്? വിത്തുകോശമാണ്. കാരണം എന്താ? ഇത്രയും ഇതായിട്ട് സവിശേഷ കോശങ്ങളായിട്ട് മാറാനുള്ള ശേഷി ഉള്ളത് കൊണ്ടാണ് അവയെ മാസ്റ്റർ കോശം എന്ന് വിളിക്കുന്നത്. മുറിവുണങ്ങാനും ജീർണിച്ചവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനും വിത്തുകോശങ്ങൾ സഹായിക്കുന്നു. ആരോഗ്യ ചികിത്സാ രംഗത്ത് കൃത്രിമമായി ശരീരഭാഗങ്ങൾ വളർത്തിയെടുക്കാൻ വരെ ഇവ ഉപയോഗിക്കാറുണ്ട്. ഇനി വിവിധ തരം ജന്തുകലകൾ നോക്കിക്കേ. എപ്പിത്തീലിയം കല, സംയോജക കല നോക്കാം. അതിൽ എന്താണ് എപ്പിത്തീലിയം കല? ശരീരപ്രതലങ്ങളെയും അവയവങ്ങളെയും ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നു. പദാർത്ഥങ്ങളുടെ ആഗിരണത്തിനും ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങളുടെ ഉൽപാദനത്തിനും സഹായിക്കുന്നുണ്ട്. പഠിച്ചു വെക്കണേ, എപ്പിത്തീലിയൻ ടിഷ്യൂ, അതായത് ആവരണ കല. ആവരണം, എപ്പിത്തീലിയ കല, ആവരണം ചെയ്യുക, പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ് അല്ലെ. ശരീരപ്രതലങ്ങളെയും അവയവങ്ങളെയും ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നു. ചിലപ്പോ ആവരണ കല എന്നായിരിക്കില്ല എപ്പിത്തീലിയം കല, അറിയില്ല, അങ്ങനെ പറയരുത്. അപ്പൊ എപ്പിത്തീലിയം കല എന്ന് പറഞ്ഞാൽ ആവരണ കലയാണ്. ആവരണം പറഞ്ഞാൽ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ്. എന്താ? ശരീരത്തിന്റെ പ്രതലങ്ങളെയും അവയവങ്ങളെയൊക്കെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നു. പദാർത്ഥങ്ങളുടെ ആഗിരണത്തിനും ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങളുടെ ഉൽപാദനത്തിനും സഹായിക്കുന്നുണ്ട്. ഇനി എന്താ സംയോജക കല? രക്തം, അസ്ഥി, തരുണാസ്ഥി, നാരുകല ഒക്കെ സംയോജക കലകൾക്ക് ഉദാഹരണമാണ് മക്കളെ. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. സംയോജക കലയ്ക്ക് ഉദാഹരണമാണ് രക്തം, അസ്ഥി, തരുണാസ്ഥി, നാരുകല. പഠിച്ചു വെക്കണേ, രക്തം, അസ്ഥി, തരുണാസ്ഥി, നാരുകല സംയോജക കലയ്ക്ക് ഉദാഹരണമാണ്. ഇവ ശരീരഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു, വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ. ഇനി എന്താണ് പേശികല? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതിയിലാകാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയതിനാൽ ശരീര ചലനത്തിന് സഹായിക്കുന്നു. ശരീരത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നത് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ശരീര ചലനത്തിന് സഹായിക്കുന്ന കല ഏതാണ്? പേശീകലയാണ്. ശരീര ചലനത്തിന് സഹായിക്കുന്നത് പേശീകലയാണ്. സങ്കോചിക്കുക, പൂർവ്വസ്ഥിതിയിലാകാൻ ഒക്കെ കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് നാഡികല? സന്ദേശവിനിമയം സാധ്യമാക്കുന്നതിലൂടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡികലയാണ്. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകല. ശരീര ചലനത്തിന് സഹായിക്കുന്നത് പേശീകല. ഓക്കെ. അതേപോലെ ശരീരഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നത് സംയോജക കല. ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നത് എപ്പിത്തീലിയം കല അല്ലെങ്കിൽ ആവരണ കല. ഓക്കെ ആണോ? അപ്പൊ സയൻസ് കുട്ടികൾ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സയൻസും കൂടി ഷോർട്ടിൽ ഉൾപ്പെടുത്തണം പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് 8ാം ക്ലാസ്സിലേക്ക് വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. 8ാം ക്ലാസ്സിൽ വരുന്ന ലെസൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ ജോഗ്രഫിയിൽ നിന്നും ഭരണഘടനയിൽ നിന്നും ഹിസ്റ്ററിയിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും ഒക്കെ ഇതേപോലെ ഷോർട്ട് ഏരിയ ആയിട്ട് ഡെയിലി ക്ലാസ് ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ താഴെ ഒന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെങ്കിലും എഴുതി അറിയിക്കാനായിട്ട് അപേക്ഷിക്കുകയാണ്. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, ഹൈപ്പ് ചെയ്യുക ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.